മൂന്നാർ ചിറ്റുവാര എസ്റ്റേറ്റിൽ 11 വയസ്സുകാരിയെ പീഡിപ്പിച്ച ജാർഖണ്ഡ് സ്വദേശി പിടിയിൽ. എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്ന സെലയാണ് പിടിയിലായത്. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ബോഡിമെട്ടിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ജാർഖണ്ഡ് സ്വദേശിയായ സെലയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഡിസംബർ 31-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മൂന്നാർ ചിറ്റുവാര എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു സെലൈ. സമീപത്തെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന കുട്ടിയെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. വയറുവേദന അനുഭവപ്പെട്ട കുട്ടി മാതാപിതാക്കളോട് വിവരം പറയുകയും ഇവർ പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. ഇതോടെ സെലൈ ഭാര്യയുമൊത്ത് ഒളിവിൽ പോയി. പുലിയും കടുവയും ആനയുമടക്കമുള്ള കാട്ടിലേക്ക് കടന്ന ഇവർ 5 ദിവസത്തോളം കൊടും കാട്ടിൽ തങ്ങി. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും നാട്ടുകാരുടെയും തോട്ടം തൊഴിലാളികളുടെയും സഹായത്തോടെ പല മേഖലകളിലും തെരച്ചിൽ നടത്തുകയും ചെയ്തു. ബസ് മാർഗം തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ ഭാര്യയെ ബസ്സിൽ നിന്നും പിടികൂടി. ഇയാൾ ബസ്സിൽ നിന്നിറങ്ങി ബോഡി റോഡിലൂടെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് നാട്ടുകാരുടെയും എക്സൈസ് സംഘത്തിന്റെയും തമിഴ്നാട് പോലീസിന്റെയും സഹായത്തോടെയാണ് മൂന്നാർ പോലീസ് പ്രതിയെ പിടികൂടിയത്. 31 തീയതി റിപ്പോർട്ടായ പോക്സോ കേസാണ്. അതിനകത്ത് പ്രതി അന്ന് മുതൽ തന്നെ കേസ് റിപ്പോർട്ടാകുന്ന അന്ന് മുതൽ തന്നെ അബ്സ്കോണ്ടിങ് ആയിരുന്നു. അതുപോലെ നമ്മൾ എസ്റ്റേറ്റ് മേഖലയിൽ വ്യാപകമായ തിരച്ചിലാണ്. എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്റ്റാഫുകളുടെയും നാട്ടുകാരുടെയും മീഡിയാസ്, വിവിധ പോലീസ് സ്റ്റേഷൻ, മൂന്നാർ, ദേവികുളം, ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം വ്യാപകമായിട്ടുള്ള തിരച്ചിലാണ് നടത്തിയത്. ആ തിരച്ചിലിൽ നമ്മൾ ജില്ലാ പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡിൻ്റെ സേവനവും അതുപോലെ തന്നെ ഡ്രോൺ ഒക്കെ ഉപയോഗിച്ചാണ് വ്യാപകമായ തിരച്ചിൽ നടത്തിയത്. ഇപ്പോൾ 5ാമത്തെ ദിവസമാണ് പ്രതിയെ ബോഡിമെട്ട് ഭാഗത്തു നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ശാന്തമ്പാറ പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ വലിയ സഹായതകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് ചെക്ക് പോസ്റ്റിലും നമ്മൾ തിരച്ചിൽ എല്ലാ ദിവസവും തന്നെ തിരച്ചിലിനായിട്ട് പോലീസിനെ നിയോഗിച്ച് അവരുടെയും സഹായം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള സഹായത്തിൽ തിരച്ചിലിനും സഹായിച്ച എല്ലാ നാട്ടുകാർക്കും അതുപോലെ തന്നെ മീഡിയാസ് വലിയ പ്രചരണം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ അന്തർ സംസ്ഥാന വാഹനങ്ങൾ, ടാക്സി ഡ്രൈവേഴ്സ്, ഗൈഡന്മാർ, അതുപോലെ തന്നെ ബസ്സിലെ ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ്, എല്ലാവരുടെയും സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കൂടുതലായിട്ട് കേസിൻ്റെ അന്വേഷണം നടന്നു വരികയാണ്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി റിമാൻഡ് ചെയ്യും.